ആ എന്തായി പോയ കാര്യങ്ങളൊക്കെ സാധിച്ചോ? ആ വാങ്ങേണ്ടതൊക്കെ വാങ്ങിച്ചു. മഹാലക്ഷ്മി വാ, ഇനിയിപ്പോ ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോവാം. ജ്യൂസോ? ഇതിനോടകം തന്നെ ഞങ്ങൾ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചാണോ? ആ ഇവളൊരുപാട് വെള്ളം കുടിക്കുന്ന കൂട്ടത്തില. ചില നേരത്തെ എന്നെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്യും. അല്ല മഹി കേറുന്നില്ലേ? അയ്യോ, ഒരുപാട് നേരമായില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇപ്പൊ കണ്ണേട്ടൻ കാത്തിരിക്കാവും. അല്ല, അനന്തുവേട്ടൻ അവിടെ പോയില്ലേ? ആ പോയിട്ട് വന്നതേ ഉള്ളൂ. അല്ല കണ്ണന് സ്ഥിരമായിട്ടൊരു ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ, ഒരു കുമാരേട്ടൻ. ഇത് പുതിയ ആളല്ലേ? ആളെങ്ങനുണ്ട്? കുഴപ്പമൊന്നുമില്ല. എന്നാലും പോരെന്നാണ് കണ്ണൻ പറയുന്നത്. മഹി പുറത്തേക്കൊക്കെ പോകുമ്പോ ആ സാഗറിനെ കൂട്ടുപിടിച്ചൂടെ? അവൻ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇവളുടെ മുഖം ഇങ്ങനെ മാറില്ല. അയാള് കമ്പനി സ്റ്റാഫല്ലേ? അങ്ങനെ ഒരാളെ ഡ്രൈവർ ആക്കുന്നത് ശരിയാണോ? അതെ, അത് ഞാനും കണ്ണേട്ടനോട് പറഞ്ഞതാ. കമ്പനി സ്റ്റാഫിനെ ഡ്രൈവർ ആക്കുന്നത് ശരിയല്ലാന്ന്, പ്രത്യേകിച്ചും കമ്പനിക്കൊരു ഡ്രൈവർ ഉള്ളപ്പോ. എങ്കിലും കണ്ണൻ അങ്ങനെ ആരെക്കുറിച്ചും മതിപ്പോടെ സംസാരിക്കാറില്ല. എന്നാൽ ഈ പറയുന്ന സാഗറിനെ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ്. മഹിക്കോ അയാളെ ഭയങ്കര വിശ്വാസമാണെന്ന് കണ്ണൻ പറഞ്ഞല്ലോ. വിശ്വാസക്കുറവൊന്നുമില്ല. പിന്നെ ആരെ അധികം ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല അനന്തുവേട്ടാ. ഞാനിന്ന് കമ്പനിയിൽ വന്നപ്പോഴാണ് അയാളെ പരിചയപ്പെട്ടത്. നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അയാൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അല്ലേ? ഇല്ലെന്നാ പറഞ്ഞ്. അപ്പോ മഹി കേറിയിരിക്കുന്നില്ലേ? ഇല്ലില്ല, ഇനി വൈകിയ കണ്ണേട്ടന്റെ വിളി വരും. പാവ എന്നെ കാത്തിരിക്കായിരിക്കും. ഞാൻ പോയിട്ട് വരാം ലേഖേ. ശരി ശരി. കഴിഞ്ഞ ദിവസം മഹാലക്ഷ്മി ഇവിടെ വന്നപ്പോഴുള്ള സന്തോഷമൊന്നും ഇപ്പൊ അനന്തേട്ടന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ. അതിന് കാരണമുണ്ട്. എന്തു പറ്റി അനന്തേട്ടാ? താൻ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് വാ. തന്നോട് എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അത്രയ്ക്ക് സീരിയസ് ആണെങ്കിൽ എനിക്ക് ഇപ്പൊ തന്നെ കേൾക്കണം. എന്റെ ലേഖ വെറുതെ വാശി പിടിക്കാതെ നീ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് വാ. പറയാൻ പോകുന്നത് അത്ര നല്ല കാര്യമല്ല. മഹാലക്ഷ്മിയെ പറ്റിയാണോ? അതെ, അവളെ പറ്റി തന്നെ. അത് പറയാനാണോ കണ്ണേട്ടൻ ഫിനാൻസിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ്? ഞാൻ അറിയാത്തതായി അവന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. അവൻ അവന്റെ ഭാര്യയെ അന്ധമായി വിശ്വസിക്കുക. പക്ഷേ അത്രത്തോളം പരിശുദ്ധി അവൾക്കുണ്ടോന്ന് അറിയില്ല. പിടിക്ക്, നീ ചെല്ലിലേക്ക്. എന്താ ഇത്ര ആലോചന? താനെത്തിയോ? ലേഖ വിളിച്ചിരുന്നു, താനിങ്ങോട്ട് പുറപ്പെട്ടെന്ന് പറഞ്ഞു. പർച്ചേസ് ഒക്കെ കഴിഞ്ഞായിരുന്നോ? എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ലേഖയ്ക്കെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തത് ഞാനാ. കൂട്ടത്തിൽ എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തന്നു, വേണ്ടാന്ന് പറഞ്ഞിട്ടു. അവളങ്ങനെയാ, തന്നെ അവക്ക് വലിയ ഇഷ്ടമാ. ഇടയ്ക്കിന്ന് അനന്തുവേട്ടൻ ഇങ്ങോട്ട് വന്നിരുന്നു അല്ലേ? വന്നിരുന്നു. അവനവിടെ എത്തിയില്ലേ? എത്തി. തൽക്കാലം ആനന്ദുവിനനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവൻ പിണങ്ങും. അല്ല മഹി,
താനിപ്പോ സാറിനെ തീർത്തും അവോയ്ഡ് ചെയ്തല്ലോ. പുറത്തേക്ക് പോകുമ്പോ അവനെ കൂട്ടുന്നില്ലല്ലോ.